ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്റെ ഹൃദയത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 119 അധ്യായം 10-11 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ അന്വേഷിച്ചു, നിന്റെ കൽപ്പനകളെ വിട്ടുമാറിയതുമില്ല. നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ ദൈനംദിനം നടത്തത്തിൽ അത് ജീവിക്കുകയും വേണം. പലരും കയ്പും കോപവും നീരസവും അവരുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ അനുവദിക്കുന്നു. എന്നാൽ ദൈവവചനത്തിന് മുൻഗണന നൽകുകയും അതനുസരിച്ച് ജീവിക്കാൻ പ്രതിജ്ഞാബദ്ധരാകുകയും ചെയ്യുന്നവർ സമാധാനവും നിലനിൽക്കുന്ന സന്തോഷവും ആസ്വദിക്കും. ഇന്നത്തെ ചിന്തയ്ക്കുള്ള വാക്യം മുഴുവൻ ബൈബിളിലും ഏറ്റവും കൂടുതൽ വാക്യങ്ങളുള്ള അധ്യായമായ സങ്കീർത്തനം 119 നിന്നുള്ളതാണ്. ഓരോ വാക്യവും ദൈവവചനത്തിന്റെ സൗന്ദര്യം, ശക്തി, ആവശ്യകത എന്നിവ എടുത്തു കാണിക്കുന്നു. ശാസ്ത്രിയായ എസ്ര ഈ സങ്കീർത്തനം എഴുതിയിരിക്കാമെന്ന് പലരും വിശ്വസിക്കുന്നു. തിരുവെഴുത്ത് അവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: യഹോവയുടെ ന്യായപ്രമാണം അന്വേഷിക്കാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ ചട്ടങ്ങളും വിധികളും പഠിക്കാനും എസ്ര മനസ്സുവെച്ചിരുന്നു. പുരോഹിതനും ശാസ്ത്രിയും യഹോവയുടെ കൽപ്പനയുടെ വചനങ്ങളിൽ വിദഗ്ധനുമായ എസ്ര. ഇത് എസ്ര 7 അധ്യായം 10-11 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ദൈവം വിശുദ്ധ തിരുവെഴുത്തുകളിൽ തന്റെ വചനങ്ങളെ മനുഷ്യവർഗത്തിനോടുള്ള ഒരു അമൂല്യ സമ്മാനമായി കൃപയോടെ എഴുതിയിരിക്കുന്നു. ഈ നിധിയുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? സ്വർണത്തെക്കാളും ശുദ്ധമായ പൊന്നിനെ പോലെ നിങ്ങൾ അതിനെ വിലമതിക്കുന്നുണ്ടോ? തേനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ള അതിന്റെ മധുരം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിലായിരിക്കുമ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവന്റെ വചനം നിങ്ങളുടെ കാലുകൾക്ക് ഒരു വിളക്കും നിങ്ങളുടെ പാതയ്ക്ക് ഒരു വെളിച്ചവുമായി മാറുന്നു. ഇത് സങ്കീർത്തനം 119 അധ്യായം 105 വാക്യത്തിൽ കാണപ്പെടുന്നു. ഇന്നത്തെ ലോകത്തിലെ ജനതകളെ നോക്കൂ. ബൈബിളിനെ ബഹുമാനിക്കുകയും കർത്താവിനെ ഉയർത്തുകയും ചെയ്ത എല്ലാ ജനതകളും ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവനെ നിരസിച്ച ജനതകൾ അധംപതനത്തിലേക്ക് വീണിരിക്കുന്നു. വിക്ടോറിയ രാജ്ഞി ഒരിക്കൽ ബൈബിൾ ഉയർത്തി പറഞ്ഞു: ഈ പുസ്തകം ഇംഗ്ലണ്ടിന്റെ മഹത്വത്തിന്റെ രഹസ്യമാണ്. കർത്താവ് അവളുടെ പ്രഖ്യാപനം കേട്ടു. ബ്രിട്ടീഷ് സാമ്രാജ്യം അനുഗ്രഹിക്കപ്പെട്ടു. ലോകത്തിന്റെ വിശാലമായ ഭാഗങ്ങൾ ഭരിച്ചു. ഒരു ജനത തിരുവെഴുത്തിനെ ബഹുമാനിക്കുമ്പോൾ ദൈവം ആ ജനതയെ ബഹുമാനിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനത്തെ ബഹുമാനിക്കുക. അപ്പോൾ നിങ്ങളും ഉയർത്തപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 119 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരൊരു നീതികേടും ചെയ്യുന്നില്ല, അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ പുറപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 14 അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.